ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പെരുമ്പാവൂര് ചേരാനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നല്ല കർഷകരുണ്ട്, ഒത്തിരി കർഷകരുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കർഷകന്റെ കൃഷിയിടത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കൃഷി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കൃഷി ചെയ്യാൻ ഇഷ്ടമല്ലേ? അപ്പൊ അത് ജൈവ രീതിയിലുള്ള നല്ല രീതിയിൽ കൃഷി ചെയ്ത് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തു വരുന്ന രണ്ട് കർഷകരുടെ അടുത്താണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ പരിചയപ്പെടാം, അവരുടെ കൃഷി രീതി മനസ്സിലാക്കാം, എന്തൊക്കെ കൃഷിയിടത്തിൽ അവർ ഉപയോഗിക്കുന്നു, കൃഷിയുടെ ഉൽപാദനം കൂട്ടാനായിട്ട് എന്തെല്ലാം അവർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ട് കർഷകരിലെ ഒരാളായാണ് ജോഷി ചേട്ടൻ, അല്ലേ? ജോഷി ചേട്ടനെ കാണാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന. ഓക്കെ. അപ്പൊ ഈ ജോഷി ചേട്ടൻ കൃഷിയില് എത്ര കുട്ടിക്കാലം മുതൽ ആണോ? ഞാൻ 5 വയസ്സില് കൃഷിക്ക് ഇറങ്ങി. 5 വയസ്സില് 5 വയസ്സില് കലപ്പ പിടിച്ചാളാ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കലപ്പയും തൊട്ടാ, നേരും തൊട്ടാ, മുഖം തൊട്ടാന്ന് പറഞ്ഞാൽ, ഞവരി തൊട്ടാന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. 5 വയസ്സില് നമ്മൾ കൃഷിക്ക് ഇറങ്ങിയാളാ. പണിക്കാരുടെ കൂടെ. അന്ന് നമ്മൾ കൊച്ചാണ്. അപ്പൊ കാളയുടെ അടിയുടെ എന്ന് പറഞ്ഞിട്ട് കാളയുടെ അത്ര പൊക്കം ഉണ്ടാവും, ചെറിയ പൊക്കം ഉണ്ടായുള്ളൂ. പിന്നെ ഒഴുവാരം ഉണ്ടാവും. അപ്പൊ അതിന്റെ പിന്നാലെ ഞാൻ നടന്ന് കൽപ്പമ്മ കയറിയെന്ന് ഒഴുകുള്ളൂ, പിടിക്കാൻ പറ്റൂല, എത്തില്ല. കൽപ്പയുടെ പിടിയുമ്പോ എത്തൂല കൈ. അത്രയ്ക്ക് കൊച്ചായിരിക്കുമ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒത്തിരി അനുഭവ സമ്പത്ത്, കാർഷിക രംഗത്ത് ഒത്തിരി അനുഭവ സമ്പത്തുള്ള ചേട്ടനാണ് ജോഷി ചേട്ടൻ, അല്ലേ? അതെ. ഇപ്പൊ എത്ര വർഷമായി കൃഷിയിലെ? ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് 50 വർഷമായി. 50 വർഷമായി. അപ്പൊ 50 വർഷത്തെ ഇന്നത്ര കൃഷി ഓഫീസർമാർക്കോ മറ്റുള്ളവർക്കോ ഇത്രയും ഉള്ള ഒരു അറിവ്, കൃഷിയിൽ നിന്ന് ഓരോ ദിവസം നമുക്ക് ഓരോ അനുഭവങ്ങളും ഓരോ അറിവുകളാണ് കിട്ടുന്നത്, അല്ലേ? പക്ഷെ ഇത്രയും അറിവ് ഒരു കൃഷി ഓഫീസർമാർക്കോ ആർക്കോ കിട്ടാൻ സാധ്യതയില്ല. കാരണം അനുഭവത്തിലൂടെ പാഠങ്ങൾ പഠിച്ച് കൃഷിയിലൂടെ മുന്നേറിയ ഒരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പൊ ചേട്ടനെ എന്തായാലും എല്ലാവരും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഫോൺ നമ്പറൊക്കെ ഞാൻ തരാം ലാസ്റ്റ്, കേട്ടോ? ചേട്ടാ, ഇതിന്റെ നമ്മുടെ ഈ വെജിറ്റബിൾസിന്റെ ഇത് ഓർഗാനിക് തന്നെയല്ലേ? നാച്ചുറൽ ഫാമിംഗ് ആണ് ഇവിടെ. അപ്പൊ ഇതിന്റെ വിപണനം എങ്ങനെയാണ്? വിപണനം ഞാൻ ഇവിടെ ലോക്കലാണ് അധികം പോണേ. നമ്മുടെ തോട്ടത്തിൽ വന്ന് ആൾക്കാർ ആളുകള് ഇപ്പൊ ജൈവ പച്ചക്കറി അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ഫാമിൽ നേരിട്ട് വന്ന് ഇവിടുന്ന് വെജിറ്റബിൾസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? 1000 വിത്തുകൾ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആണ് ഇവര് രണ്ടുപേരും, KVS മണിച്ചേട്ടനും ജോഷി ചേട്ടനും കൂടി തുടങ്ങുന്നത്. അതായത് തുടങ്ങി നോക്കി എല്ലാവരും നമ്മള് പയർ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ തത്ത വന്ന് എല്ലാ പയറുമണിയിലും എവിടെയും കൊത്തിയിട്ടുണ്ടാവും. പയർ നല്ല നീട്ടത്തിലുണ്ടായിരിക്കും. പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സീഡൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ തത്തയെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ജോഷി ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. 2 കുപ്പികള് കെട്ടിഞ്ഞാത്തിയിട്ടുണ്ട്. അതിന് നടുകില് ഒരു ഇരുമ്പിന്റെ കമ്പിട്ടിട്ട് തെർമോകോള് അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാറ്റത്ത് ഇളകുമ്പോ ഈ കുപ്പി തട്ടിക്കഴിഞ്ഞാല് തത്ത വരില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ജോഷി ചേട്ടന്റെ അധ്യാപകനും നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹം. ചേട്ടന്റെ പേര് വർഗീസ്. വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നു. പക്ഷെ ഒരു എന്താ പറയാ, അധ്യാപകനായിട്ടും സുഹൃത്തായിട്ടും എന്നും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു മാഷാണ് ഇദ്ദേഹം. ഇപ്പോ ജോഷി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1000 വാഴകൾ ഉണ്ടായിരുന്നു. ദെൻ അത് പ്രീ ഡിഗ്രിക്ക് ആകുമ്പോൾ അത് 3000 വാഴകളായി. പിന്നീട് ആ കൃഷി ഭയങ്കര ഹരം കയറി പഠനം അവിടെ നിർത്തി കൃഷി തുടർന്നു. അങ്ങനെ ഇപ്പൊ ആ കൃഷി ഒരു വൻ വിജയത്തിലെത്തി നിൽക്കുകയാണ്. കാരണം 10ാം ക്ലാസ്സില് 1000 വാഴ വെച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആകുമ്പോഴേക്കും അത് 3000 ആക്കി. പഠനം അവിടെ നിർത്തി കൃഷിയിലേക്ക് വന്നു.
കൃഷിയിലേക്ക് ഇറങ്ങി സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതാൻ പോയില്ല. കൃഷി അത്രയ്ക്കധികം കൃഷി അത്രയും ഇതാന്നേ. കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ ഇപ്പോഴും അതെ, ഇപ്പോഴാണ് അപ്പോഴാണ് കൃഷി. അതാണ് ഇത്രയും ഊർജ്ജസ്വലിതനായിട്ട് അതല്ലേ നമ്മൾ ഓടിപ്പഞ്ഞിറക്കണേ നടക്കണത്. ഇത് നമ്മുടെ ജോഷി ചേട്ടന്റെ മീൻകുളമാണ്, മീൻ വളർത്തല്. എത്ര തരം മീനുണ്ട് ഇതിനകത്ത് ഇപ്പോ? ഇതിലിപ്പോ ഒരു 3-5 തരം മീനുണ്ട്. ഏതൊക്കെ? ഇത് കാർപ്പ് എന്ന് പറഞ്ഞ മീനെ പെട്ടണം, പിന്നെ ബ്രാലുണ്ട്, പിന്നെ കറുപ്പ് ഉണ്ട്. കറുപ്പ് അതെങ്ങനെ നല്ല തിന്നാൻ ഏറ്റവും സൂപ്പർ സാധനം കറുപ്പ്. അല്ല, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് കറുപ്പുണ്ട്, ബ്രാലുണ്ട്, പിന്നെ കട്ട്ള, മൃഗാള്, റോഗ്, അങ്ങനെയുള്ള മീനുകളുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മീൻപിടുത്തം? എങ്ങനെയാണ് മീൻപിടുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇച്ചിരിക്കൂടെ ഞാൻ പറ്റിച്ചിട്ട് ഇറങ്ങി വലയിട്ട് പിടിക്കും. വലയിട്ട് ആവശ്യക്കാർക്ക് പിടിച്ച് കൊടുക്കും. അതിപ്പോ എങ്ങനെയാണ് ഒരു ഇതിന്റെ ഹാർവെസ്റ്റിംഗ്, അത് മീനിന്റെ വിളവെടുപ്പ് ഏതൊക്കെ മാസങ്ങളിൽ അങ്ങനെ ഉണ്ടോ, അതോ ആവശ്യക്കാർ വരുമ്പോ നമ്മൾ പിടിച്ചു കൊടുക്കും? അതാണ് അതിന്റെ പ്രത്യേകത. ആർക്കും മീൻ വേണം, ഫ്രഷ് മീൻ വേണം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ നല്ല ഇറങ്ങി. തോർത്തുകൊണ്ടിന് പണ്ട് കാലത്ത് മീൻ പിടിക്കണ അവര് വലക്കി ഇറങ്ങി പിടിച്ചു കൊടുക്കും. ഇത് നമ്മുടെ ജോഷി ചേട്ടന്റെ കൃഷിയിടത്തിലെ മുഴുവൻ പണിയും ചെയ്യാനായി സഹായിക്കുന്ന ടില്ലറാണ്. ഇപ്പൊ അത് ചേറിൽ കുളിച്ച് നിൽക്കുകയാണ്. കുളിച്ച് കുട്ടപ്പനാക്കാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? എത്ര വർഷമായി ഇപ്പൊ ഈ ടില്ലർ? ഇത് മേടിച്ചിട്ട് 35 വർഷമായി. 90-ൽ മേടിച്ച വണ്ടി അത്. 1990-ൽ വാങ്ങിച്ച ടില്ലറാണ്. ഇപ്പോഴും കണ്ടീഷൻ ഓക്കെയാണ്? ഒരു കുഴപ്പമില്ല. നമ്മുടെ എല്ലാ പണിയും ചെയ്യണത്, കൃഷിയൊക്കെ ചെയ്യുന്നത് ഈ വണ്ടി കൊണ്ട് തന്നെയാ. അപ്പൊ അത്രയും പഴയ കാലത്തെ എഞ്ചിനാണ് ഇതിന്. പക്ഷെ വർക്കിംഗ് കണ്ടീഷൻ സൂപ്പറാണ്. ജോഷി ചേട്ടനെ പോലെ തന്നെ നല്ല കരുത്തോട് കൂടി ഇരിക്കുന്ന ടില്ലറാണിത്. ഉഴവ് കഴിഞ്ഞിട്ട് കഴുകിയിട്ടില്ല എന്നുള്ളൂ. ഇനിയിപ്പോ കഴുകാൻ സമയം കിട്ടില്ല. ഉഴവ് കഴിഞ്ഞ അപ്പൊ തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആര് ചെയ്യും? അത് കുറച്ചൊക്കെ നമ്മൾ ചെയ്യും. ബാക്കിയുള്ള എഞ്ചിൻ പണിയൊക്കെ ആളെ വിളിക്കും. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോ നല്ലൊരു സഹായമായിരുന്നു ഇത്. പിന്നെ ഇപ്പോഴും ഈ ടില്ലറുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പിന്നെ ഒരുമാതിരി എല്ലാ മെഷീനും നമ്മുടെ അടുത്തുണ്ട്. തെങ്ങ് കയറുന്ന മെഷീന്റെ പുല്ല് വെട്ടാൻ, ലേബർ കോസ്റ്റ് അപ്പൊ നമ്മൾ പരമാവധി ഒന്നാമത്തെ കാര്യം ആളെ പണിക്ക് കിട്ടാനില്ല. അതാണ് ഈ പ്രശ്നം. ഒരു മനുഷ്യനെ പണിക്ക് കിട്ടാനില്ല. വിപണനത്തിനായിട്ട് വിളവെടുത്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങക്കുട്ടന്മാരാണ് ഈ നിരന്നിരിക്കുന്നത്. കണ്ടില്ലേ? നല്ല ഓർഗാനിക് മത്തങ്ങ. കുറവായില്ല. 3000 കഴിഞ്ഞേ. 3000 മൂത്തിട്ടില്ല അല്ലേ? 3000. ചാണകം സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമാണ് ഈ കാണുന്നത്. ഇതിൽ മൊത്തം ചാണകം. അപ്പൊ ഇതില് ഈ ചാണകത്തിലെ നൈട്രജൻ സൂര്യപ്രകാശത്തില് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. കാരണം അത്ര ഇരുട്ട് മുറിയിലാണ് ഈ ചാണകം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ നല്ല ചാണകത്തിൽ നിന്ന് ഒരു മൂലകങ്ങളും ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ചേട്ടന്റെ വള നിർമ്മാണമാണ്. ഒരു കർഷകനാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കർഷകരാവുമ്പോൾ മാക്സിമം എല്ലാ വളങ്ങളും നമ്മൾ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കും അല്ലെ? എല്ലാ സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങിച്ച് കൃഷി ചെയ്യാന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്നും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഈ വളക്കൂട്ട് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം. ഇത് വീട്ടിലുള്ള നമ്മുടെ അടുക്കള വേസ്റ്റ് എന്ന പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ പഴത്തിന്റെ തൊലി, പച്ചക്കറിയുടെ തൊലി, എല്ലാ സാധനവും. പിന്നെ ഒരു പൊക്കാസ്റ്റിയുടെ ഒരു പൊടിയുണ്ട്. ആ പൊടിയിൽ ഒരു 2 ഇഞ്ച് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ടോ, ഇതിൽ വരും അതിന്റെ സ്ലറി. ആ സ്ലറി എടുത്താണ്. അതാണ് ഇതിലത്തെ സ്ലറി മാത്രമാണ് ഈ കുപ്പികളിലാക്കി വെച്ചുള്ളത്. ഇതിൽ എത്ര ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്യും? 1 ലിറ്റർ 2 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1 ലിറ്ററിന് എത്ര എടുക്കും? 20 ലിറ്റർ വെള്ളം ചേർക്കണം. 20 ലിറ്റർ. 1 ലിറ്ററിന് 20 ലിറ്റർ ചേർത്തിട്ട് സ്പ്രേ ചെയ്യാൻ കടയ്ക്ക് വിളിക്കാം. അതെ അല്ലെ? നല്ല ഗ്രോത്ത് ആയിരിക്കും. അതെ.
പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് 6 കപ്പ് വെള്ളമാണ് ചേർക്കാറുള്ളൂ. ഇതേ സെയിം മെത്തേഡ് തന്നെ. അത് വളരെ സ്ട്രോങ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ സംഭവം റെഡിയാണ് കേട്ടോ. ഇത് നല്ല ഗ്രോത്ത് ഇരിക്കും, നല്ല ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ഈ സംഭവം. പച്ചക്കറി വേസ്റ്റുകള് ഡംപ് ചെയ്ത് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി ഇതുപോലെ വെള്ളം ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബാധ്യതകളൊന്നും ഇതിലുണ്ടാവില്ല. ഒരു കീടങ്ങളും ഈ ചെടിയെ ബാധിക്കില്ല എന്നുള്ളതാണ് നിൽക്കും. അത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മുടെ ജോഷി ചേട്ടന്റെ ബ്രദേഴ്സും അയൽക്കാരും ഫ്രണ്ട്സും ഒക്കെ കൂടിയാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ അവരെ? ഇതെന്റെ രണ്ടാമത്തെ അമ്മായിയുടെ മോൻ അവറാച്ചൻ എബ്രഹാം. ഇത് പീറ്റർ മൂത്ത അമ്മായിയുടെ മോൻ. ഇത് 4ാമത്തെ അമ്മായിയുടെ മോൻ വർഗീസ്. ഇത് 3ാമത്തെ അമ്മായിയുടെ മോൻ സേവ്യാറ്. ഇത് ഞങ്ങളുടെ തേനീച്ച കൃഷിയുടെ ഞങ്ങളെ മാസ്റ്റർ അതിന്റെ ഹസ്ബൻഡ്. അപ്പൊ കസിൻ ബ്രദേഴ്സ് ആണ്. ഫുള്ള് ഒരു ടീം വർക്കാണ്. എപ്പോഴും ഒരു വിളിപ്പാട് അകലെ ഇവരെല്ലാവരും ഒപ്പമുണ്ട്. കൃഷിയൊക്കെ മനോഹരമായിട്ട് ഒരു പാടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പയറും വെണ്ടയും വഴുതന, ഇനി എന്താ പച്ചക്കറികളെല്ലാം എല്ലാ തരം പച്ചക്കറികളും വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ്. പയറൊക്കെ നിറയെ പയറ് പൊട്ടിച്ചാൽ തീരില്ല, അത്രമാത്രം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് മുഴുവൻ അവിടെ കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത് കാരണം കൊണ്ടാട്ടോ. അങ്ങനെ ഒത്തിരി കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ജോഷി ചേട്ടന്റെ കൃഷികളെല്ലാം നമ്മൾ കണ്ടു, കൃഷി രീതികൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് നമ്മളിലേക്ക് പകർന്നു തന്നു. ഇനി വരും തലമുറ ഈ കൃഷിയും കൃഷി രീതിയും ഇതിൽ നിന്ന് കിട്ടുന്ന ജോഷി ചേട്ടന്റെ എന്തൊരു ഹാപ്പി ആയിട്ടായിരിക്കണം അദ്ദേഹം, അല്ലെ? അത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും തന്നെയാണ്. അപ്പൊ അതും കൂടി നമ്മുടെ ഈ പുതുതലമുറ കണ്ട് മനസ്സിലാക്കണം. എല്ലാ ടെൻഷനും മറന്ന് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കൃഷി എന്നുള്ള കാര്യം. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത് തന്നെ ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.